ചിറ്റഞ്ചേരി ടൈഗർ ടീമില് ആകെ കളിയരുണ്ടായിരുന്നു ഇത് നമ്മുടെ ഈ മുത്തിനാണ്. അവരെ PSG ടീം അങ്ങോട്ട് പൊക്കി. ആ വേട്ടാവിളയും പോയില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ അവനെ പിടിച്ച് പുറത്താക്കി. ഇത് ഞങ്ങളുടെ ലൈവാ, നീ പോ. എടാ ഞങ്ങൾക്ക് ഇവിടെ ലൈവ് വലിയ നെയ്മറാന്ന് അവന്റെ വിചാരം. പഴയ കളിയൊന്നുമില്ല. പൈസ കൂടുതൽ കിട്ടിയപ്പോ വളർത്തി വലുതാക്കി നമ്മളെ കേട്ടിട്ട് ആ മൈ മറ്റൊരു കൂടെ അങ്ങോട്ട് പോയി. ഈ ഡയലോഗ് ഒന്നും ഇത്ര ദിവസം കണ്ടില്ലല്ലോ. ഞങ്ങളുടെ മുത്താണെന്നുണ്ടെങ്കിൽ ചിയാബ് ഞങ്ങളുടെ സ്വത്താണ്. എവിടെ പുതിയ ഫ്ലെക്സ്? ഞാൻ ഇത് മാറ്റാൻ പറഞ്ഞല്ലേ, വെറുതെ എന്നെ നാട്ടിക്കാനായിട്ട്. 5 മിനിറ്റ് കൊടുത്തിട്ട് ഇപ്പൊ കിട്ടും. 5 മിനിറ്റ് ലൈവ് 5 മിനിറ്റ്. അതിനുള്ളിൽ ഞങ്ങളുടെ പുതിയ ഫ്ലെക്സ് ഞാൻ ഇവിടെ കെട്ടിയിരിക്കും. എത്രയാണ്? 210. നാളെ ഒരു 10-നും 10:30 ഇടയ്ക്ക് ആയിക്കോട്ടെ. സദ്യ ഉണ്ടാവോ? ഫുൾ എമൗണ്ടും അഡ്വാൻസ് വെച്ചോ നീ. ശരി. അവൻ്റെ ഒരു ജാടേ. എന്താ ആ ഫ്ലെക്സിങ് എടുത്തോ? ആകെ സീനാണ് അവിടെ. ഇപ്പൊ തരാം. നിന്നെ കൊണ്ടൊക്കെ അത് പ്രഭു ആടാ മനു, എന്തായി? ഫ്ലെക്സ് കൊടുത്തുവിട്ട ബസ് എത്തിയോ? മനു ബസ് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ്. ഞാൻ വേഗം വാടാ. ഞാൻ ഇയാളുടെ അടുത്ത് എന്ത് പറഞ്ഞു നിൽക്കാനാണ്? പിന്നെ നീ വരുമ്പോഴേ നമ്മുടെ ബിൽഡിങ്ങിന്റെ അതെനിക്കറിയാം. സുരേട്ടാ പ്രിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കണുണ്ടല്ലോ. ഇപ്പൊ തന്നെ തരാം. നിങ്ങൾ സുരേട്ട മറ്റേ ആ ബില്ലൊന്ന് തരും. എന്താണ് പ്രഭു? ഒന്നുമില്ല ഏട്ടാ. പോയി. സുരേട്ട ഒരു 5 മിനിറ്റ്. എന്നാണ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് കുറെ നേരം. പ്രഭുവേ, നീ ഇപ്പോഴും ചാട്ടം നിർത്തിയില്ലടാ. ഞാൻ പാത്തുമുത്താണ്ടാ. 8 പേര് നിന്നോട് പഠിച്ച പാത്തുമുത്ത് സൂറാ. എടോ ഫേസ്ബുക്കിൽ ഞാൻ വാക്ക് പറഞ്ഞു അറിയോ? പോയി പൊടുത്തോണ്ടോ. ടിവിയിൽ ഓലഞ്ഞാലിക്കുരി പാട്ടൊക്കെ വരുമ്പോ നിന്നെ ഞാൻ ഓർക്കും. 8ാം ക്ലാസ്സിൽ നമ്മളൊന്നിച്ച് ഓണപ്പൂക്കളിട്ടതൊക്കെ മറക്കാൻ പറ്റൂടാ? 7ാം ക്ലാസ് തന്നെ പഠിപ്പ് നിർത്തിയാൽ മതിയായിരുന്നു. ആരെ വിളിക്കണ്ട്? പ്രഭു നീ എവിടെയാണ്ടാ? എന്റെ പൊന്നു പാത്തു, ഒരവിധത്തിനൊന്നും ഇപ്പൊ സമയമില്ല. താല്പര്യക്കുറവുകൊണ്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ടാ. ഇത്തിരി ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. നീ പ്രാർത്ഥിക്ക്. ഫേസ്ബുക്കിൽ ഞാൻ വാക്ക് പറഞ്ഞു അറിയോ? 3 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ്. ഇത്ര സമയം എടുത്താലും പ്രിന്റിന്റെ ക്വാളിറ്റി എന്റെ ഫോട്ടോ തണ്ണി സുരത നിങ്ങളുടെ ഇരട്ട പേര് മാറിപ്പോയി. അടിക്കാൻ അവിടെ കെട്ടി പൊക്കിക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് നോക്കി പുകഞ്ഞ ഉള്ളി പുറത്ത്. ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്ത വാക്കും പാലിച്ചു.
മനു കളി കാര്യമായി തുടങ്ങിയിട്ടാ, എന്തേലും ചെയ്തേ പറ്റൂ. എന്താണ് മനോഹര നീ മൂട്ട് തീ പിടിച്ച വഴി നടക്കണത്? അകത്താരെ പ്രസവിക്കാൻ കിടക്കണ്ടാ? മനു സുനിലേട്ടാ, ആ സ്വിച്ച് ഒന്ന് ഓഫ് ആയിക്കോട്ടെ. സംഭവം നമുക്ക് ശരിയാക്കി എടുക്കാം, പക്ഷെ കുറച്ച് പൈസ ഇറക്കണം. മൊത്തം ഹെഡും 2 ബോർഡും മാറ്റണം. ഹെഡിന് മാത്രം ഒരു 3 ലക്ഷം രൂപ വരും, ബോർഡിന് ഒരു 2. മൊത്തം 5 ലക്ഷം രൂപ. ആ അത്രയും വരും. ആ ഓ പൈസ സുനിലേട്ടാ, ആ ഈ ബോർഡ് വേണമെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്ത് തരാം. ഒരു 1.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും. പക്ഷെ ഹെഡ് വാങ്ങിയേ പറ്റൂ. പൈസ റെഡി ആകുമ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മതി. പെട്ടെന്ന് വേണം, ചിലപ്പോൾ പുറത്ത് പോകാനൊരു ചാൻസ് ഉണ്ട്. അതാ ശരിയാണ്. ശരി, ആള് പുലിയാണ് കേട്ടോ. കുറെ തപ്പിയിട്ടാണ് കിട്ടിയത് തന്നെ. മൂപ്പര് പോണതിന് മുമ്പ് ഹെഡ് വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് ഒപ്പിക്കണം. ഇവൻ ചൈനീസാ, ഇവൻ അറബിയാ. വിശേട്ടാ, ഇതാണ് ബുർജ് ഖലീഫ. ഇവൻ ഇവിടുന്ന് കൊളുത്തി വിട്ട 1/2 മൈലും മുകളിൽ പോയിട്ട് പൊട്ടി ഒരു വിരിച്ചിലുണ്ട്. വിശ്വാസമായില്ലേ? വാ സാമ്പിൾ കാണിച്ചു തരാം. അടുത്ത തൃശ്ശൂർ പൂരത്തിൽ ലോഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ഒരു 1/2 മൈല് മനുഷ്യന്റെ അരമണ്ടനം തന്നെ ഇപ്പൊ തരുന്നേനെ. കെട്ടുകളിൽ 2 കുട്ടികളുള്ളതാണ്. അറിയാലോ നിനക്ക്? അല്ല, ഞങ്ങള് മറ്റേ ഫ്ലെക്സ് പ്രിന്റർ. ഓ മനു, വേലപ്പറമ്പിൽ പരസ്യങ്ങൾ വയ്ക്കാനുള്ള അധികാരം ഇത്തവണ മുതൽ കമ്മിറ്റിക്കാർ ഏറ്റെടുത്തിരിക്കുക. സ്പോൺസർമാരുടെ അടക്കം 100-300 ബോർഡ് കാണും. ഞാൻ മറന്നു വേണമെങ്കിൽ അടുപ്പിക്കാം. ഇനിയിപ്പോ നീ ഉണ്ടല്ലോ, ഈ ഓർഡർ താൻ നന്നായിട്ട് ചെയ്ത പിന്നെ വർക്കിനെ കുറിച്ച് പേടിക്കണ്ട. ആവശ്യത്തിനുള്ള എന്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു വർക്കേട്ടാ. വർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ പുള്ളിയുടെ ടെക്സ്റ്റൈലിന്റെ അടക്കം പിന്നെ എല്ലാ വർക്കും ഇത് മാത്രം മതി. പ്രിന്റർ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാം. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് മനു. ഞാൻ പറഞ്ഞല്ലേ അക്ഷയുടെ പ്രിന്റ് അടിക്കുമ്പോൾ എന്നെ വിളിക്കണമെന്ന്. ശ്രീജ പ്രിന്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ശ്രീജനെ വിളിക്കണ കാര്യം ഓർത്തത്. വേണമെങ്കിൽ ശ്രീജയ്ക്ക് വേണ്ടിട്ട് ഒന്നുകൂടെ പ്രിന്റ് അടിച്ച് കാണിക്കാം. വേണം? വെറുതെ പറഞ്ഞതാ. ഇല്ലിമുളങ്കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ 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 തെന്നലേ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ പ്രിന്റിന് ഒരു ക്വാളിറ്റി ഇല്ല. സിയാൻ മജന്ത പ്രിന്റ് ഹെഡിലേക്ക് നല്ല ബ്ലോക്ക് ഉണ്ട്. പുതിയ പ്രിന്ററിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്ന് കാണാൻ പറ്റും? ഞാൻ കാണിച്ചു തരാം. അല്ല, അത് പുറത്തുനിന്നുള്ളവരെ പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് കയറ്റാറില്ല. അന്ന് ഫോട്ടോഷോപ്പ് ഓടിക്കാൻ വന്നപ്പോ ഞാനാണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ. വാടാ. എന്താ മനു, തിരിച്ചു വിളിക്കും മനു. രാഹുൽ, സാരമില്ല, കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. കൊള്ളാട്ടാ. ഓക്കെ അല്ലേ? കോപ്പി എടാ, നമുക്ക് സൈസ് കുറച്ച് ഒന്നുകൂടി സേവ് ചെയ്യാം. എനിക്ക് വേണ്ടി സെൻഡ് ചെയ്യണേ. എന്താടത്? അയ്യോ, ഡിലീറ്റ് ചെയ്തു. ഫോണിൽ തന്നെ നാണോ ഇല്ലടാ നിനക്കൊക്കെ. നിന്റെയൊക്കെ കയ്യിലിപ്പിന് പിടിച്ച് പോലീസ് ഏൽപ്പിക്കാൻ വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ടീച്ചറിനോട് സോറിയും പറഞ്ഞ് പോക്കോ, ക്ലാസ്സിൽ പോകോ. ചെല്ല്, സോറി പറടാ. സോറി ടീച്ചർ. സാർ എന്ത് പണിയായി കാണിച്ചേ? എന്റെ ശ്രീജ പിള്ളേരല്ലേ വിട്ടുകൾ. അത് മാത്രമല്ല, നമ്മളൊരു ഫോൺ വാങ്ങിച്ച് ഫോർമാറ്റ് ചെയ്തില്ലേ. സോറി സർ, ഇങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് തന്നെയാണ്. ഇവിടെ പഠിക്കാൻ ആളെ കിട്ടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, പഠിപ്പിക്കാൻ ആളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അയാളോട് പോയി പണി നോക്കാൻ പറ. നീ ചെയ്ത് തന്നെ ശരി, നമുക്ക് വേറെ ജോലി നോക്കാം.
അല്ല നിനക്ക് നമ്മുടെ മനുവിന്റെ ഷോപ്പിൽ നിന്നൂടെ? എന്തോടാ? ഒന്നുമില്ല. ചേട്ടാ ഒരു ഉപ്പിലിട്ട. മനു ഹായ്. എന്തോ ഒരു വള്ളിക്കെട്ടാണല്ലോ. എന്തൊരു നെഗറ്റീവാ നിങ്ങള്. എന്താണ്? മനു ഒന്നും പറഞ്ഞില്ല. അല്ല അല്ല ശ്രീജാനെ ഡിസൈനറായിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ വേണേ നമ്മുടെ അക്ഷയലത്തെ സുധീന്ദ്രനുമായിട്ട് ഒന്നുകൂടെ സംസാരിക്കാം. ഞാനും പുള്ളിയും തമ്മിൽ ഭയങ്കര ഇതാ. അതിന്റെ ആവശ്യമില്ല. മനുവിന്റെ കടയിൽ നിർത്താൻ പറ്റുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പറ്റില്ലെങ്കിൽ വേണ്ട, നീ വാടി. അല്ല ശ്രീജ, നീ വിചാരിക്കും പോലത്തെ ഒരു ഇഷ്ടമൊന്നും അയാൾക്ക് നിന്നോട് ഇല്ലടി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വന്നാൽ ലോകത്ത് ഏത് കാമുകനാ വേണ്ടെന്ന് പറയാം. ചിലപ്പോ ഒരാളെ കൂടെ നിർത്താൻ മാത്രമുള്ള വർക്കൊന്നും ആയിട്ടുണ്ടാവില്ലടി. അത് പറയാൻ മടിച്ചിട്ടാവും. നീയേ ഇങ്ങനെ പൊട്ടിക്കളിയായിട്ട് ജീവിച്ചോ? എന്നാലും നിനക്ക് അവളെ കൂടെ നിർത്തായിരുന്നു. എല്ലാം അറിഞ്ഞോണ്ട് നിങ്ങൾ തന്നെ ഇത് പറയണം. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഡൗട്ടാ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന്. ഇനി കടയിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ പിന്നെ വെടിപ്പായി. സംഗതിയൊക്കെ ശരിയാ, എന്നാലും വെളുക്കാൻ തച്ചത് പാണ്ടാവരുത് കേട്ടാ മനു. ഒന്നും ആവില്ലെന്ന്. അവക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി നമ്മളിപ്പോ റെഡിയാക്കാൻ പോവല്ലേ. ആഹാ, അതെവിടെയാ? ആ